ഡോക്ടർ, ആ, ഈ ഡയബറ്റിക് എന്ന് പറഞ്ഞാലേ ആ, ആൾക്കാരൊക്കെ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് ആ. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല എന്നുള്ളതാണ്. ഉം, ഉം. ശരിക്കും ഇത് സാധ്യമാണോ? പോസിബിൾ ആണോ? അത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ മരുന്ന് കഴിക്കും അല്ലേ. അപ്പം മരുന്ന് കഴിച്ചാൽ ഇത് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പം ഡോക്ടർമാർ പറയും കുറച്ച് ആഹാര ക്രമീകരണം വ്യായാമമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാലും കാര്യമായിട്ട് അതിൽ ശ്രദ്ധിക്കാറില്ല. ശരിക്കും ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ്. അതിന്റെ കാരണം നമ്മളുടെ ജീവിതശൈലി പറഞ്ഞില്ലേ, ജീവിതശൈലിയിൽ വന്നിട്ടുള്ള പ്രശ്നമാണ്. അത് കറക്റ്റ് ചെയ്യാണ്ട് നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാവില്ല. താൽക്കാലികമായിട്ട് നമ്മളുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്താന്നേ ഉള്ളൂ. പക്ഷെ അത് വീണ്ടും കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. ഇപ്പൊ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, ഒരു ഗുളികയിൽ തുടങ്ങുന്ന ഒരാള് പിന്നീട് അയാളുടെ ഗുളികകളുടെ എണ്ണം കൂടിയായിരിക്കും വരിക. ഇൻസുലിൻ എടുത്ത് തുടങ്ങും, പിന്നീട് ഇതൊക്കെ എടുത്തിട്ടും അവസാനം കിഡ്നി ഫെയിലിയർ ആകും, അല്ലെ കാലില് ന്യൂറോപ്പതി ആകും, കണ്ണിൽ റെറ്റിനോപ്പതി ആകും. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവര് ഈ ഡയബറ്റിക്കിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോസ്, നിദാനം, കാരണം, അത് ജീവിതശൈലി അത് കറക്റ്റ് ചെയ്യുന്നില്ല, കാര്യമായ രീതിയിൽ കറക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ പല ആളുകളും ഇപ്പം രാവിലെ നമ്മൾ നോക്കിയാൽ കാണും നടക്കും, ഡോക്ടർ പറഞ്ഞു കുറച്ച് വ്യായാമം ചെയ്ത ശേഷം നടക്കും, അല്ലെങ്കിൽ ചോറ് കുറച്ചിട്ട് ചപ്പാത്തി കഴിക്കും. അപ്പൊ അതൊന്നും കാര്യമായിട്ടുള്ള രീതിയിൽ ഉള്ള എഫക്റ്റ് ഒന്നും ഇതിലുണ്ടാക്കില്ല. അതായത് നമ്മൾ കൃത്യമായിട്ട് എന്ത് എക്സർസൈസ് ചെയ്യണം ഡയബറ്റിക്കില് അതിനുണ്ട്. നമ്മൾ വെയിറ്റ് ചെറിയ രീതി റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകൾ ചെയ്യണം, അതിനൊരു ടൈമുണ്ട്, കൃത്യമായിട്ട് എത്ര സമയം ചെയ്യണം. ആഹാരത്തിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തണം. ഇപ്പൊ ചപ്പാത്തി കഴിച്ചാൽ ചോറും ചപ്പാത്തിയായിട്ട് കാര്യമായ രീതിയിലുള്ള വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായി? ഇതെല്ലാം ക്വാണ്ടിറ്റിയാണ്, എത്രത്തോളം അളവിൽ നമ്മൾ കഴിക്കുന്നു, അതിന്റെ കൂടെ നമ്മൾ എന്ത് കഴിക്കുന്നു. നാരുകൾ കൂടുതൽ അടങ്ങിയ ആഹാരം കഴിക്കുക, പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ ആഹാരം കഴിക്കുക. അപ്പോൾ പ്രമേഹം കൺട്രോളിലാകും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ വേണ്ട മാറ്റങ്ങൾ ജീവിതശൈലിയിൽ വരുത്തിയാൽ നല്ല രീതിയിൽ ഇത് മാനേജ് ചെയ്യാം. ഈവൻ മെഡിസിൻസ് നിർത്താം. ഇപ്പം ഞാൻ തന്നെ ട്രീറ്റ് ചെയ്തിട്ട് ഒരുപാട് രോഗികളുടെ മെഡിസിൻസ് നമ്മൾ നിർത്തി കൊടുക്കാറുണ്ട്. അവർ പിന്നെ മോണിറ്റർ ചെയ്ത് പോവുക. മനസ്സിലായില്ലേ? രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിച്ച് അതിനെ ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തി അങ്ങ് പോവുകയാണ് ചെയ്യുക. അപ്പം ആ രീതിയിൽ നമുക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ആളുകൾ ഇത് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം. അതാണ്